കേരളത്തിലെ യഥാർത്ഥ റോമൻ കാത്തലിക്സ് ആരാണ്? കേരളത്തിൽ റോമൻ കാത്തലിക്, ലാറ്റിൻ ചർച്ച്, സൈറോ മലബാർ എന്നിങ്ങനെ ഉപയോഗിക്കുന്നതിൽ വർഷങ്ങളായി വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ചിലപ്പോൾ സഭയ്ക്കുള്ളിലും ഈ പേരുകൾ തെറ്റായി ഉപയോഗിക്കപ്പെടുന്നു. കേരളത്തിൽ 3 കത്തോലിക്കാ സമൂഹങ്ങളുണ്ട്. റോമൻ കത്തോലിക്കാ ചർച്ച്, ലാറ്റിൻ. സിയറോ മലബാർ കത്തോലിക്കാ ചർച്ച് 1923 മുതൽ സ്വയംഭരണം. സിയറോ മലങ്കര കത്തോലിക്കാ ചർച്ച് 1930 കത്തോലിക്കാ കൂട്ടായ്മയിൽ ചേർന്നു. ഇവ രണ്ടും പൂർണ്ണമായി കത്തോലിക്കാ സഭയുടെ ഭാഗമാണ്. പക്ഷേ ഓരോന്നിനും സ്വന്തം ചരിത്രം, ലിറ്റർജി, ഭരണഘടന എന്നിവയുണ്ട്. എല്ലാവരും പോപ്പിന്റെ കീഴിൽ. എന്നാൽ എല്ലാവരും റോമൻ കാത്തലിക്കാണോ? ചില സിയറോ മലബാർ വിശ്വാസികൾ പറയുന്ന ഒരു സാധാരണ വാദം, എല്ലാവരും പോപ്പിന്റെ കീഴിലാണ്, അതിനാൽ എല്ലാവരും റോമൻ കാത്തലിക്കാണ്. അതെ, 23 സഭകളും പോപ്പിന്റെ കീഴിലാണ്. പക്ഷേ പോപ്പിന്റെ കീഴിലാകുന്നത് കാത്തലിക്കാക്കുന്നു, റോമൻ കാത്തലിക് ആക്കുന്നില്ല. ഇവിടെയാണ് പ്രധാന വ്യത്യാസം. സിറോ മലബാർ ചർച്ച് ഒരു മേജർ ആർക്കി ബിഷോപ്പൽ ചർച്ചാണ്. ഇവർക്കു സ്വന്തം തലവനുണ്ട്. ഇപ്പോൾ മേജർ ആർക്കി ബിഷോപ്പ് മാർ റാഫേൽ തട്ടിൽ. ലാറ്റിൻ ചർച്ചിക്ക് വേറെ മേജർ ആർക്കി ബിഷോപ്പ് അല്ലെങ്കിൽ പത്രിയാർക്ക് ഇല്ല. ലാറ്റിൻ വിശ്വാസികളുടെ നേരിട്ടുള്ള തലവൻ പോപ്പ് തന്നെയാണ്. ക്രൈസ്തവ സഭയിലെ അവസാന വലിയ പിളർപ്പായിരുന്നു പ്രൊട്ടസ്റ്റന്റ് റിഫർമേഷൻ. ക്രൈസ്തവ സഭ ഇന്ന് പ്രധാനമായും 4 വിഭാഗങ്ങളായി നിലകൊള്ളുന്നു. കാൽസിഡോൺ സുന്നഹദോസിൽ ഏകസഭയിലുണ്ടായ പിളർപ്പിൽ രൂപീകൃതമായ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ, കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ ഇതിൽപ്പെടും. AD 11 നൂറ്റാണ്ടിലെ പിളർപ്പിലുണ്ടായ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ, റഷ്യൻ, ഗ്രീക്ക്, സെർബിയൻ ഓർത്തഡോക്സ് സഭകൾ, റോമിലെ മാർപ്പാപ്പയുടെ കീഴിലുള്ള റോമൻ കത്തോലിക്ക സഭ, കത്തോലിക്ക സഭയുടെ കീഴിൽ ലത്തീൻ ആരാധനാ പാരമ്പര്യത്തിലുള്ള ലത്തീൻ റൈറ്റും, ഓറിയന്റൽ ഓർത്തഡോക്സ്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് പിരിഞ്ഞ് മാർപ്പാപ്പയെ അംഗീകരിക്കുന്ന എന്നാൽ അവരുടെ തനത് ഓറിയന്റൽ ഈസ്റ്റേൺ പാരമ്പര്യങ്ങൾ തുടരുന്ന ഈസ്റ്റേൺ റൈറ്റ് സഭകളും, കേരളത്തിലെ സിറോ മലബാർ, സിറോ മലങ്കര സഭകൾ ഇത്തരത്തിലുള്ള കത്തോലിക്ക സഭയ്ക്ക് കീഴിലെ സ്വയംഭരണാവകാശമുള്ള ഈസ്റ്റേൺ റൈറ്റ് സഭകളാണ്. ലോകത്തിൽ 2 ബില്യണോളം അംഗസംഖ്യയുള്ള ലോക ക്രൈസ്തവ വിഭാഗങ്ങളിലെ ഏറ്റവും വലിയ സഭ റോമൻ കത്തോലിക്ക സഭയാണ്. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസ ശാഖയിലെ അതിവൈവിധ്യമാർന്ന സഭകളാണ് പിന്നീടുള്ളവ. ലൂതറൻ, ബാപ്റ്റിസ്റ്റ്, ഇവാഞ്ചലിസ്റ്റ്, ആംഗ്ലിക്കൻ തുടങ്ങി അനേകം സഭകൾ ഇതിൽപ്പെടും. ലോകത്തിലെ 2ാമത്തെ വലിയ ക്രൈസ്തവ വിഭാഗം ഇതാണെങ്കിലും കത്തോലിക്ക സഭയെ പോലെ ഏകീകൃത സഭാ നേതൃത്വമോ തിയോളജിയോ ആരാധനാ രീതിയോ ഇവർക്കില്ല. വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും തൃത്വവിശ്വാസത്തിലും ക്രിസ്തു ദർശനത്തിലും ലോക ക്രൈസ്തവ സമൂഹം വിശ്വാസത്തിൽ ഒന്നാണ്. Bye.